ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ളൊരു പൂക്കളമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതും ജോമെട്രിക്കലായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പൂക്കളമാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. നമ്മൾ ഈ ചാനലിൽ കാണുന്ന മിക്ക വീഡിയോസും ആദ്യം നമ്മൾ സർക്കിളിലാണ് തുടങ്ങിയത്. അതുപോലെ ഇവിടെയും നമ്മൾ സർക്കിളിലാണ് തുടങ്ങിയത്. അതിനുള്ളിലായിട്ട് കർവുകൾ വരച്ച് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. ഏകദേശം ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂവ് പോലെ ഇരിക്കണം. പൂവ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമ്മൾ ഉള്ളിൽ വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിപ്പോൾ വരച്ചത് തന്നെ അതിൻ്റെ ഉള്ളിലായിട്ടും വരയ്ക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂക്കളായിട്ട് മാറുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളം ഡിസൈനാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതും ഒരു ഡിസൈൻ. നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും കർവ്സ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ആ കർവുകൾ വരച്ച് വീണ്ടും സത്യം പറഞ്ഞാൽ സർക്കിളിൻ്റെ അകത്ത് 1, 2, 3 കർവുകൾ ജോയിൻ ചെയ്ത പൂക്കളുടെ ഷേപ്പാണ് അകത്തുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ളിൽ വീണ്ടും 1, 2, 3, 4 നാലാമതായിട്ട് വീണ്ടും നമ്മൾ ആ ഡിസൈൻ തന്നെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ആ ഡിസൈൻസൊക്കെ വരച്ച് കഴിയുമ്പോൾ എന്തായാലും ഒരു അടിപൊളി പൂക്കളായിട്ട് മാറും. ഓക്കെ, ഏറ്റവും ഉള്ളിൽ നമ്മൾ കർവുകൾ വരച്ചെടുത്തു. ഈ കർവുകളെല്ലാം വരച്ചെടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതുവരെ പൂക്കളം ഇടുന്ന ഒരു ബോർഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വരയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും വരച്ച് ചെയ്യുന്ന ഒരു പൂക്കളത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. കാര്യം ജോമെട്രിക്കലായിരിക്കും, സിമ്മട്രിക്കലായിരിക്കും, ആ ഷേപ്പെല്ലാം ഉണ്ടാവും. ഇനി നമ്മൾ ഉൾഭാഗത്തായിട്ട് ആ കർവ് അഡ്ജസൻ്റായിട്ട് എവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ കർവ് അതിൻ്റെ ഉള്ളിലായിട്ട് വരച്ചു. അപ്പം ഇങ്ങനെ കർവും വരച്ച് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. കർവ് വരച്ച ശേഷം ഇനി അഡ്ജസ്റ്റൻ്റ് വരച്ച ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് കർവ് വരച്ച് ഇപ്പോൾ വരച്ച 2 കർവ്സ് ചേർന്നാണ് ഇരിക്കുന്നത്. അതാണ് ഈ പടത്തിൻ്റെ ഡിഫറൻസ്. ഓക്കെ, നമ്മൾ കർവ്സും വരച്ച് കഴിഞ്ഞു. അങ്ങനെ കർവ്സ് വരച്ചു. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് നമ്മളൊരു ചെറിയൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളും ആവശ്യമുള്ളതാണ്. എന്തിനാണെന്ന് പിന്നീട് മനസ്സിലായിക്കോളും. ഓക്കെ, അതിൻ്റെ ഉള്ളിലായിട്ടൊരു സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ആ സർക്കിളിൻ്റെ മുകളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ വരച്ചു. ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കോംപ്ലക്സ് ഒന്നും ഇല്ലാത്തൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു ഡിസൈൻ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി 1, 2, 3, 4, 5, 6 വരകൾ സിമ്മട്രിക്കലായിട്ട് വരച്ചു. എങ്ങനെയാണോ ഫിഗറിൽ ആ വരകൾ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ വരകൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, വരകളും വരച്ചു. ഇത് ഈ ഫിഗറിൽ തന്നിരിക്കും പോലെ തന്നെ വരച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ, സിമ്മട്രിക്കലായിട്ട് വരച്ച ശേഷം ഇനി അതിൻ്റെ അകത്തും കട്ട് ചെയ്ത വീണ്ടും സിമ്മട്രിക്കലായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കായിട്ട് പൂക്കളിടാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അത് കണക്ട് ചെയ്തിട്ടാണ് കർവുകൾ വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂക്കളുടെ ഇതൾ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചെടുത്തു. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മുകൾ ഭാഗത്ത് കാണും പോലെ ആ ഡിസൈൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതും കണക്ട് ചെയ്ത ശേഷം
കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പൂക്കൾ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.